അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടും പോലും ഇങ്ങനെ ഇതുണ്ടാക്കിയത് എന്താണ് ഇതിൻ്റെ പിന്നിലെ ഇതൊന്നും അറിയില്ല. എന്തായാലും ആ രീതിയിലുള്ളൊരു വല്ലാത്തൊരു സമീപനമായിപ്പോയി അവരോട്. അത് വേണ്ടായിരുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്ന പോയിക്കല്ലേ, ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചതാണ്. പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നുള്ളതുകൊണ്ട് ഞാനും അങ്ങനെ പോയി. എൻ്റെ സംഗതി അവിടെ ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ ഉദ്ഘാടനത്തിൽ ഞാൻ ആദ്യം ചെന്നപ്പോൾ കുറേ ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ട് പ്ലക്കാർഡും പിടിച്ച് നിൽക്കുന്നു. ഇതിന് മുമ്പേ ഞാൻ അറിഞ്ഞില്ല എന്താ പ്രശ്നമുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ തിരിച്ചു പോരാന്ന് വെച്ചാൽ തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന ഇങ്ങോട്ട് എത്തുമ്പോൾ അവിടുത്തെ ഒരു കൗൺസിലറെ കണ്ടു. കൗൺസിലറുമായിട്ട് സംസാരിച്ചു. കൗൺസിലറെ നിങ്ങൾ പോക്ക് ശരിയില്ല, നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു. നമ്മളൊരു കൗൺസിലറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി അവിടുത്തെ ചെയർമാനായിട്ട് സംസാരിച്ചു. ചെയർമാനായിട്ട് സംസാരിച്ചിട്ട് എന്നെ വിളിച്ചു, ബാബു എന്ന് പറയുന്നത്, MTK ബാബു. അങ്ങനെ അദ്ദേഹം വിളിച്ചപ്പോൾ പിന്നെ ഞാൻ പോയി കളയാന്ന് വെച്ചാൽ അങ്ങനെ പോയപ്പോൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെയാണ് കണ്ടത്. പിന്നെ തിരിച്ചു പോയിട്ട് ശരിയില്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ ഒരാൾ വന്നിട്ട് അവിടെ തടയാൻ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ഘാടനത്തിന് വന്ന് അങ്ങോട്ട് പോകാമെന്ന്. അല്ല ഞങ്ങൾക്ക് സംസാരിക്കാമല്ലോ, നമുക്ക് ഇപ്പോൾ സംസാരിക്കാം, അവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതല്ല ഇപ്പം പറയണം എന്ന് പറഞ്ഞു. അവൻ ഇപ്പം പറയുന്ന നേരമില്ല, എന്തായാലും ഞാൻ ഉദ്ഘാടനത്തിന് വന്നേ, ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ പറയുന്നു. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഇവരിങ്ങനെ പിടിക്കാൻ നോക്കി. അപ്പോൾ അങ്ങനെ കൊണ്ട് തട്ടി മാറ്റി ഒക്കെ തന്നെ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയി അവിടുന്ന് ഉദ്ഘാടനം കഴിയുന്നവരെ കാര്യം വേറെ ഒന്നും ഉണ്ടായില്ല. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ആണ് പോലീസും കാര്യങ്ങളും വന്നത്. അന്നേരം ഞാനിതിൻ്റെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയത് ഇങ്ങനെ ഇതൊരു വലിയ സംഭവമായിട്ട്. അപ്പോൾ വേറും ചാനലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അവരൊന്നും ആരോടും ബന്ധപ്പെടാൻ കഴിയില്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ട് മനോരമ, ഏഷ്യാനെറ്റ് റിപ്പോർട്ടറിനൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ മീഡിയ വണ്ണൊക്കെ തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അതേസമയം അതിൻ്റെ പ്രശ്നം അവിടെ ഒരു എന്താ പറയുക, ഡയാലിസിസ് സെൻ്ററിൻ്റെ ഒരു സ്ഥലമുണ്ട്. ആ ഡയാലിസിസ് സെൻ്ററിൻ്റെ എനിക്കൊന്ന് 2-3 മാസം മുമ്പാന്ന് തോന്നുന്നു. അവിടെ കൗൺസിലറും അവിടുത്തെ ആളുകളും വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയുണ്ട് പ്രശ്നം, അപ്പോൾ അത് ഒന്ന് പ്രശ്നം. അങ്ങനെ ഞാൻ എന്ത് വേണ്ടത്തു അത് വെച്ചു മുനിസിപ്പൽ ചെയർമാനോട് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലെ സംഗതിയാണല്ലോ. അപ്പോൾ മുനിസിപ്പാലിറ്റി ചെയർമാൻ പറഞ്ഞു ഞാനത് ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ഈ അംഗനവാടി ഉദ്ഘാടനത്തിന് അവിടെ പോയാൽ അവിടെ കുട്ടികളെ അയക്കില്ല എന്ന് പറഞ്ഞു മറ്റേ അംഗനവാടിയിലെ ടീച്ചറും അവിടുത്തെ കൗൺസിലർ മിനിയും കൂടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ. അങ്ങനെ ഞാൻ എന്ത് വേണത്, തണലാണല്ലോ, തണലിൻ്റെ ഇദ്രീഷ് എന്ന് പറയുന്നത് എനിക്ക് അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വന്നു. ഞാൻ ചോദിച്ചു ഏത് ട്രെയിനാണ്? മാവേലിക്കാണ്. ഞാനും മാവേലിക്കുണ്ട്, നമുക്ക് ഒന്നായിട്ട് അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു ഞാനും അറിഞ്ഞു വിവരം, അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, ഞാൻ എന്തായാലും ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചെയർമാനോട് പറഞ്ഞു. ചെയർമാൻ പറഞ്ഞു നമുക്കൊന്ന് വേഗം ഇടപെടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടും പോലും ഇങ്ങനെ ഇതുണ്ടാക്കിയത് എന്താണ് ഇതിൻ്റെ പിന്നിലെ ഇതൊന്നും അറിയില്ല. എന്തായാലും ആ രീതിയിലുള്ളൊരു വല്ലാത്തൊരു സമീപനമായിപ്പോയി അവരോട്. അത് വേണ്ടായിരുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്ന പോയിക്കല്ലേ, ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചതാണ്. പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നുള്ളതുകൊണ്ട് ഞാനും അങ്ങനെ പോയി. വേറൊന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഒരു ഇതായിട്ടുള്ള. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഞങ്ങൾ ആ യോഗത്തിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞു എന്നാൽ ചെയർമാനോട് പറഞ്ഞ് നമുക്കൊരു യോഗം വിളിക്കണം. ഡയാലിസിസിൻ്റെ ആളെയും അവിടുത്തെ കൗൺസിലർമാരും അതുപോലെ തന്നെ ഇവരെ ഇന്ന് വന്നവരെ കൂട്ടത്തിൽ നിന്ന് 5 ആളെ അവരെയും കൂടി വിളിച്ചുകൊണ്ട് യോഗം വിളിക്കാമെന്ന് പറഞ്ഞാൽ 5-ം തീയതി രാവിലെ 9 മണിക്ക് യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 5-ം തീയതി രാവിലെ ഇന്നത്തെ സംഭവം സംബന്ധിച്ച് നമ്മൾ പരാതി ചെയ്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടില്ല. അത് ഇവർ SP എല്ലാം അവിടെ വന്നിട്ടുണ്ട്, TV ചാനൽ കണ്ടിട്ട് അവർ സൊമോട്ടോ കേസെടുക്കാമെന്നാണ് പറഞ്ഞത്. അതായത് നിലവിലിപ്പം ആ പ്രശ്നത്തിൽ ഈ സംഭവത്തിന് ശേഷമാണോ ഇടപെട്ടത്, അല്ലെങ്കിൽ ഈ സംസാരങ്ങളൊക്കെ ഇപ്പം MLA ഇടപെട്ടത്? ഞാൻ മുമ്പേ ഇടപെട്ടു. മുമ്പേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 മാസം മുമ്പേ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഞാൻ ഡോക്ടർ ഇദ്രീഷിനെ കണ്ടു. ഇന്ന് അപ്പോൾ എങ്ങനെ വേണം പരിഹരിക്കണം എന്ന് പറഞ്ഞത് അവിടെ ചെയർമാനാണല്ലോ ഇതിൻ്റെ ഇത്. അവർക്ക് നമുക്കൊന്നും ഈ മുനിസിപ്പാലിറ്റിയിലെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ല. പക്ഷേ അതേസമയം ചെയർമാനുമായിട്ട് വിളിച്ച് ചോദിച്ച് ചെയർമാൻ എന്തൊക്കെയാണ് പിന്നെ ചെയർമാനോട് അങ്ങോട്ട് പറയാം, നമുക്ക് നിങ്ങളിങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുക. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5-ം തീയതി രാവിലെ 9 മണിക്ക് ഡയാലിസിസ് സെൻ്ററിൻ്റെവരും അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ളവരും അതിൽ നിന്നൊരു 5-അംഗ പ്രതിനിധിയെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ചുറ്റുപാടുള്ള മുനിസിപ്പൽ കൗൺസിലർമാരും ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെയും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചിട്ട് ഒരു യോഗം. അപ്പോൾ അതിൽ ഏകദേശം ധാരണയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ പോലും എന്ത് തന്നെയാലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. ഇതുവരെയായിട്ടും അതിൻ്റെ
എന്താ പറയുക, ഇത് ഈ വെള്ളം എടുത്ത് പരിശോധനക്കൊന്നും അയച്ചിട്ടില്ല. പക്ഷേ വെള്ളത്തിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് പറയുന്നു. അല്ല, ഈ അംഗനവാടി പ്രതിഷേധം ഈ തരത്തിലൊരു കയ്യാങ്കളിൻ്റെ വക്കിലേക്ക് എത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്തരത്തിൽ വേണ്ട ഞാൻ കുറേ എനിക്ക് അറിയുന്ന മുഖങ്ങളല്ലോ, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ വളരെ ചിരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷേ ഒന്ന് രണ്ടാൾക്ക് എന്തോ ഒരു എന്താ പറയുക, അങ്ങനെയല്ല വേണ്ടതെന്നുള്ളതെല്ലാം എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പം പറഞ്ഞുകൂടാ. ഇതിപ്പോൾ ഇതായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സഹകരിക്കുക പോലീസ് കേസെടുത്ത് കഴിഞ്ഞാൽ? അല്ലെങ്കിൽ അല്ല, പോലീസ് കേസെടുത്താൽ സഹകരിക്കണല്ലോ. പോലീസ് കേസെടുത്താൽ എന്ത് തന്നെയാൽ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയണമല്ലോ. കേസ് നടപടികളായിട്ട് മുന്നോട്ട് പോകും. ചില ചാനലുകളിൽ വാർത്ത കണ്ടു, കേസ് പരാതി ഇല്ല, കേസ് കൊടുക്കില്ല. അല്ല, പരാതി ഞാനായിട്ട് കൊടുക്കുന്നില്ല. സൊമോട്ടോ കേസ് എടുക്കുന്നില്ല, അന്നേരം അതുമായിട്ട് സഹകരിക്കും ഞാൻ.